പെണ്ണേ നീ പിഴ പിഴ ചെയ്യുന്നതെല്ലാം പിഴ ചെയ്യാതിരിക്കുന്നതും എല്ലാവേ പിഴ പിഴ. അവള് പിഴയാടാ എന്ന് പറഞ്ഞാൽ അതങ്ങ് ജഡ്ജ്മെന്റലായിട്ട് പോകുന്ന ഒരു സാധനം. പെണ്ണുങ്ങളെയാണ് എപ്പോഴും പിഴയാന്ന് പറയുക. അവള് പിഴയാന്ന്, അവള് പിഴച്ചോളാന്ന് പറയും. പിഴച്ചവനാന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ആരുമില്ലാന്നായ സമയത്തും ഞാൻ ഓടിച്ചെന്നത് എൻ്റെ അച്ഛയമ്മ അടുത്താണ്. അപ്പോഴും അവർ പാവം മോളെ വി ആർ ദേർ. ഒരുപക്ഷെ അവരുണ്ടായിരുന്നില്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ ഇപ്പോൾ ജീവനോട് പോലും ഉണ്ടാവില്ലായിരിക്കും. നമ്മളെന്ത് ചെയ്തേനെ? സത്യം അല്ലേ? ഈ ലോകം മൊത്തം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അവരും കൂടെ ഇല്ലെങ്കിൽ ചിലപ്പോൾ സൂയിസൈഡ് ചെയ്ത് പോയേനെ അല്ലേ? ഇൻ ജനറൽ അതിപ്പോൾ മസ്താനിക്ക് നാളെ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ അത് നന്നായിട്ട് പോട്ടെ. ഇനി അഥവാ അതിലെന്തെങ്കിലും എന്താ പറയുക നമ്മളെക്കൊണ്ട് ബുദ്ധിമുട്ടാവുമെന്ന് തോന്നുവാണെങ്കിൽ അത് സംസാരിച്ച് അത് സ്നേഹത്തോടെ പിരിയുക. എന്തിനാ ഇങ്ങനെ ഉപദ്രവിച്ച് മറ്റൊരാളുടെ ലൈഫ് നശിപ്പിക്കുന്നത്? ഇതൊരു പോയിന്റ് എത്തിയപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായി ആളുടെ രീതികളൊത്ത് എനിക്ക് പോകാൻ പറ്റില്ല എന്നുള്ളത്. അപ്പോൾ പിന്നെ പറഞ്ഞു ചേട്ടാ അത് വർക്കാവുന്നില്ല, ശരി എന്നാൽ ഓക്കെ ദാറ്റ്സ് ഓൾ. ഇത് ചിലപ്പോൾ ഭയങ്കര ടു പേഴ്സണൽ ക്വസ്റ്റ്യൻ ആണോ എന്ന് എനിക്കറിയില്ല. ഇനിയൊരു റിലേഷൻ പ്രണയം അത് ടെൽ മി മോർ അബൌട്ട് അഭിരാമി ആസ് എ സിസ്റ്റർ. അവള് ചില സമയത്ത് എനിക്ക് മോളാണ്, ചില സമയത്ത് അമ്മയാണ്, അമ്മായിമ്മയാണ്, ചില സമയത്ത് അനിയത്തിക്കുട്ടിയാണ്, എല്ലാം ലൈക്ക് എനിക്കെന്താ പറയുക, ഷീസ് മൈ എവ്രിതിങ്. നിങ്ങൾക്ക് അഭിനയപ്പോലത്തെ ഒരു അനിയത്തി, ഒരു സിബ്ലിംഗ് ഉണ്ടെങ്കിൽ അത് ലൈഫിൽ ഏറ്റവും വലിയ ബ്ലെസ്സിങ് ആയിരിക്കും. അങ്ങനെ കിട്ടില്ല. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. ഹായ് ഹലോ, എല്ലാവർക്കും വെറൈറ്റി മീഡിയയുടെ പുതിയൊരു ചർച്ചയിലേക്ക് സ്വാഗതം. ഞാൻ മസ്താനി ആൻഡ് ദിസ് ഇസ് മൈ ഷോ മസ്തി വിത്ത് മസ്താനി. ഇന്ന് എൻ്റെ കൂടെ ആക്ച്വലി ഞാൻ കുറേ നാളായിട്ട് സംസാരിക്കണം, എപ്പോഴെങ്കിലുമൊക്കെ സംസാരിക്കണമെന്ന് നമ്മളിങ്ങനെ ആഗ്രഹിക്കുന്ന കുറച്ച് ആൾക്കാരില്ലേ, അവരിലൊരാളാണ് ഇന്ന് എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നത്. പിട എന്ന ഏറ്റവും പുതിയ മ്യൂസിക്കൽ ആൽബത്തിൻ്റെ വിശേഷങ്ങളുമായി അമൃത സുരേഷാണ് ഇന്ന് എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നത്. ഹലോ. ഹായ് മസ്താനി. ഞാൻ മസ്താനിനെ കുറെ നാളായിട്ട് കാണണം എന്ന് വിചാരിക്കും. എനിക്ക് നിന്നൊന്ന് കാണണം, അങ്ങനെയാണോ? ഇല്ല എനിക്കിഷ്ടം മോളെ കാണണം ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് അറിയണ്ടായിരുന്നില്ല ആക്ച്വലി മസ്താനി ആണെന്നുള്ളത്. ഞാൻ നമ്മുടെ ഒരു ഇന്റർവ്യൂ എന്ന് പറഞ്ഞപ്പോൾ മോളുടെ ഷോ ആണെന്നുള്ളത് എനിക്ക് അറിയണ്ടായിരുന്നില്ല. വെറൈറ്റി മീഡിയയുടെ ഇന്റർവ്യൂ ആണ്. ഇവിടെ വന്നപ്പോൾ എനിക്ക് ഹാപ്പിയായി ലൈക്ക് മസ്താനിനെ കണ്ടപ്പോൾ. ഞാൻ ആക്ച്വലി ഇൻട്രോയിൽ ചുമ്മാ തള്ളിയതല്ല കേട്ടോ. നമുക്കിങ്ങനെ ലൈഫിൽ ചില ആൾക്കാരോടൊക്കെ ഇന്റർവ്യൂ നല്ല ജസ്റ്റ് ഒന്ന് കണ്ട് സംസാരിക്കണം എന്നൊക്കെ നമുക്ക് തോന്നുന്ന കുറച്ച് ആൾക്കാരില്ലേ, അതിലൊരാളാണ്. എന്ന് വെച്ചാൽ ഐ റിയലി ലവ് ദ വേ ഹൗ യു ക്യാരി യുവർ സെൽഫ്, ദ പെയിൻ ലൈഫ്, ആ ഒരു എല്ലാ കാര്യങ്ങളും അത്രയും ഭയങ്കര അടിപൊളിയായിട്ടാണ് ക്യാരി ചെയ്യുന്നത്. റിയാക്ഷൻസ് ആണെങ്കിൽ പോലും ഒരു ക്ലാസ് ഉണ്ട്. എനിക്ക് അങ്ങനെയുള്ള ആൾക്കാർ ഇഷ്ടം. അപ്പോൾ നമ്മളിങ്ങനെ ചില ആൾക്കാർ നമ്മളിങ്ങനെ അഡ്മയർ ചെയ്യില്ലേ, അതിലൊരാളാണ്. വെൽക്കം. അപ്പോൾ നമ്മുടെ ഏറ്റവും പുതിയ വിശേഷം പിഴ. പിഴ എന്ന് പറയുമ്പോൾ നമുക്കത് പാടിയിട്ട് സ്റ്റാർട്ട് ചെയ്യാം. രണ്ടെണ്ണം ആവണ്ട, ഒരു 3-4 ലൈൻസ് നിർത്തുന്ന പറയണ ഒരു പടം ഫുൾ പഠിക്കാന്നൊക്കെ പാടും. പെണ്ണേ നീ പിഴ പിഴ ചെയ്യുന്നതെല്ലാം പിഴ ചെയ്യാതിരിക്കുന്നതും എല്ലാവേ പിഴ പിഴ. ഉണ്ണി പിറന്നാൽ പിഴ, ഉണ്ണി പിറഞ്ഞാൽ പിഴ, ഊണിൽ ഉറക്കമില്ലാതൊട്ടിയാലും പിഴ പിഴ. പിന്നെ നീ പറയില്ലേ നിർത്താൻ? ഇല്ല, ഇങ്ങനെ കുറെ പേര് ഇതിന്റെ അൺപ്ലഗ്ഡ് വേർഷന് വേണ്ടി റിക്വസ്റ്റ് ചെയ്യുന്നത് ഞാൻ കണ്ട് ചെയ്യുന്നുണ്ട്. എത്രയും പെട്ടെന്ന് ഇറക്കുന്നുണ്ട്. ഇതിന്റെ വീഡിയോ ലോഞ്ച് ചെയ്യാനുണ്ട് ആക്ച്വലി. അപ്പം ഇതിപ്പോൾ നമ്മൾ ഇമ്മീഡിയറ്റ്ലി റിലീസ് ആവുമായിരിക്കും അല്ലേ? അപ്പോൾ നിങ്ങളുടെ ഈ വീഡിയോ കഴിഞ്ഞ് എൻ്റെ വീഡിയോ റിലീസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ അൺപ്ലഗ്ഡ് റിലീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ. ഇത് എനിക്ക് തോന്നുന്നു കുറേ നാളത്തെ ഒരു ഗ്യാപ്പിന് ശേഷം സ്വന്തമായിട്ട് വരുന്ന ഒരു പരിപാടിയാണല്ലോ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഉയർത്തെഴുന്നേറ്റവളുടെ ശബ്ദം എന്ന് പറഞ്ഞ് അങ്ങനെയല്ല, കുറേ ഈ പറഞ്ഞ മാതിരി
എന്താ പറയുക അൺവാണ്ടഡ് സംഭവങ്ങളൊക്കെ ആയിരുന്നു. സോഷ്യൽ മീഡിയ കുറേ ഉണ്ടായിരുന്നത് മസ്താനിക്ക് അറിയാലോ. അപ്പോൾ ഞാനും കുറച്ച് എല്ലാത്തിൽ നിന്നൊന്ന് മാറി നിൽക്കുമായിരുന്നു. ഈവൻ കുറേ നാൾ ഇൻ്റർവ്യൂസ് പോലും ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെ പിന്നെ അങ്ങനെ വന്നു. അപ്പോൾ കുറേ ഇതോ ഒരു പോയിന്റിൽ എനിക്ക് ഞാൻ എന്നോട് ചോദിച്ച കുറേ ചോദ്യങ്ങളൊക്കെ കൂടെ എഴുതി വെച്ച് അങ്ങനെ വന്നൊരു പാട്ടാണ് പിഴ. ഓക്കെ, ഈ വേർഡ് ഉണ്ടല്ലോ പിഴ എന്ന് പറയുന്നത്, എനിക്കൊന്ന് എന്തൊക്കെയോ ഹെഡിങ് കൊടുക്കാമായിരുന്നു ഈ സോങ്ങിന് വേണ്ടിയിട്ട്. പക്ഷേ ഈ ഒരു വേർഡ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാ സ്ത്രീകളും ജീവിതത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ ഒരു പോയിന്റിൽ കേട്ടിട്ടുണ്ടാവും. എന്ന് വെച്ചാൽ നമ്മളുടെ ഹോൾ എക്സിസ്റ്റൻസിന് തന്നെ അവൾ പിഴയാടാ എന്ന് പറഞ്ഞാൽ അതങ്ങ് ജഡ്ജ്മെൻ്റലായിട്ട് പോകുന്ന ഒരു സാധനം. അത് ബോയ്സും പുരുഷന്മാരും അനുഭവിക്കുന്നുണ്ടാവും. പക്ഷേ കമ്പാരിറ്റീവ്ലി പെണ്ണുങ്ങളെയാണ് എപ്പോഴും പിഴയാന്ന് പറയാ. അവൾ പിഴയാന്ന്, അവൾ പിഴച്ചോളാന്ന് പറയും. പിഴച്ചവനാന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. പിഴച്ചവനാന്നാ? പിഴച്ചവൻ വളരെ കുറവായിട്ടാണ്. അതാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ടാഗ് ലൈനാണ് അത്. എന്ത് ചെയ്താലും ഇപ്പോൾ പിഴ, ഈ ഒരു പിഴ എന്നല്ലാണ്ട് പിഴ എന്ന് പറയുമ്പോൾ തെറ്റ് എന്ന് അതിനൊരു അർത്ഥം കൂടെ ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താലും തെറ്റ് എന്ന് പറയുന്ന ഒരു കാര്യം അത് കാണിച്ചു കൊടുക്കാൻ വേണ്ടി ചെയ്തൊരു. എനിക്ക് നമ്മളിങ്ങനെ എല്ലാ സോങ്സ് എടുക്കുമ്പോഴേക്കും ഏതെങ്കിലുമൊക്കെ 1-2 ലിറിക്സ് ഒക്കെ എല്ലാവർക്കും ഫേവറേറ്റ് ആയിരിക്കും. നമ്മൾ അതിനെക്കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യും. കുറേ എക്സാമ്പിൾസ് ഉണ്ട്. പക്ഷെ ഇതിൻ്റെ ലിറിക്സ് ഞാൻ എടുത്ത് നോക്കുമ്പോൾ എല്ലാം ഭയങ്കര കണക്റ്റഡാണ്. നമുക്ക് ഇതാണ് എനിക്ക് ഇഷ്ടപ്പെട്ട ലൈൻ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ കാരണം എന്ത് ചെയ്താലും തെറ്റാ, കുട്ടി ഉണ്ടായാലും തെറ്റ്, ഇല്ലെങ്കിലും തെറ്റ്. നമ്മൾ സങ്കടത്തിൽ ഒരാളുടെ തോളിൽ ചാഞ്ഞാലും നാളെ കുറച്ച് കഴിയുമ്പോൾ അത് തെറ്റെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. നമ്മൾ മാറി നടന്നാലും എനിക്കൊന്നും റിലേഷൻഷിപ്പ് ഒന്നും വേണ്ട, ഒന്നും വേണ്ടെന്ന് പറഞ്ഞ് മാറി നടന്നാലും അവളെ കൊണ്ടൊന്നും കൊള്ളൂല എന്ന് പറയുള്ളൂ. അപ്പോൾ അങ്ങനെ പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു സങ്കടപ്പാട്ടായിട്ട് അല്ലെങ്കിൽ ഒരു ദേഷ്യം കാണിക്കാൻ വേണ്ടി ചെയ്തതൊന്നും അല്ല. ബേസിക്കലി നമ്മൾ ഇപ്പോൾ വുമൻസ് ഡേയുടെ അന്ന് ഇങ്ങനെ ഇത്രയും ഹാപ്പി, വുമൻസ് ഡേയുടെ അന്ന് നമ്മളെല്ലാവരും ആഘോഷിക്കുന്ന ദിവസമാണ്. അപ്പോൾ അന്നത്തെ ദിവസം എല്ലാവർക്കും മനസ്സിലാക്കട്ടെ നമ്മൾ ഇങ്ങനെ ഒരു പെയിനിൽ കൂടെ പോകുന്നുണ്ടെന്ന്. അതിന് വേണ്ടിയിട്ടൊരു റിമൈൻഡർ പോലെ ചെയ്തൊരു പാട്ടാണിത്. അതെ, എനിക്ക് നമ്മളിപ്പോൾ നോർമലി ഒരു സ്ത്രീകളെ കുറിച്ചിട്ട് അല്ലെങ്കിൽ അവരുടെ വിഷമങ്ങൾ അവരുടെ കുറിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു സാധനം പുറത്തിറങ്ങി കഴിയുമ്പോൾ അതിൻ്റെ താഴെ കുറേ നെഗറ്റീവ് കമൻറ്റ്സ് കൂടുതലും വരുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇപ്പോൾ വേറെ പല സിംഗേഴ്സും പെണ്ണിനെ കുറിച്ച് എഴുതുമ്പോഴൊക്കെ ഭയങ്കരമായിട്ട് നെഗറ്റിവിറ്റി പറഞ്ഞിട്ട് ഒരു സൊസൈറ്റിയുടെ കുറച്ച് പാർട്ട് ഓഫ് ആൾക്കാർക്ക് അതങ്ങ് ദഹിക്കുന്നില്ല. പക്ഷെ പിഴയുടെ താഴെ ഞാൻ നല്ല ബ്യൂട്ടിഫുൾ കമന്റ്സ് ആണ് കണ്ടത്. ഞാനും ഭയങ്കര ഷോക്കായിരുന്നു. കാരണം ഈ പിഴ എന്നുള്ള വാക്ക് കേട്ടപ്പോൾ, വാക്ക് ഞാൻ യൂസ് ചെയ്ത സമയത്ത് എൻ്റെ കൂട്ടുകാരൊക്കെ പറഞ്ഞു, എടി നീ അടുത്ത ഏറി കയറാനുള്ള പരിപാടിയാണ് ചെയ്യാൻ പോകണേ എന്നുള്ളത്. ഈ വാക്ക് വേണമെങ്കിൽ മാറ്റാമെന്ന്. പക്ഷേ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടായിരുന്നു എൻ്റെ കമൻറ്റ് സെക്ഷനിൽ. ഈവൻ പെണ്ണുങ്ങൾ മാത്രമല്ല കേട്ടോ, ആണുങ്ങളും ഭയങ്കര സപ്പോർട്ട് ചെയ്തിട്ടാണ് മെസ്സേജസ് അയച്ചിരിക്കണത്. അപ്പം അതൊരു ഭയങ്കര സന്തോഷമായിരുന്നു. ഇല്ലില്ല, ഒട്ടുമില്ല. ഞാനിത് എൻ്റെ ഇറക്കാറാണുള്ള ഒരു സംഭവമായിട്ടാണ്. അതെ അതെ, പക്ഷെ അങ്ങനെ ആയില്ല. ഇല്ല, എൻ്റെ അടുത്ത ചോദ്യം അത് തന്നെയാണ്. ആ ഒരു വേർഡ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു അതിനൊരു കറേജ് വേണം. കാരണം നമ്മൾ സോഷ്യൽ മീഡിയയിൽ കൊണ്ടിടുക, നമ്മളൊരു സാധനം സോഷ്യൽ മീഡിയ പോയി കഴിഞ്ഞു പിന്നെ നമ്മുടെ കയ്യിലല്ല. ഇല്ല, പിന്നെ അതങ്ങ് അവരെ എടുത്ത് ആഘോഷിച്ച് വാലിച്ച് കീറേണ്ട ഒന്നും പറയണ. അപ്പോൾ ആ ഒരു കറേജ് കിടന്നായിരുന്നു. എടാ, ഇത് സ്വന്തം തീരുമാനിച്ചു. ഞാനിത് ലിറിക്സ് എഴുതിയ സമയത്തും എനിക്ക് പിഴാന്ന് തന്നെയാണ് അതിൻ്റെ തലയിൽ വന്നിട്ടുണ്ടായിരുന്നത്. കാരണം നമ്മൾ തെറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അനുഭവിക്കുന്ന ആ ഒരു ഇമോഷനെ വളരെ ചെറുതാക്കി പറയുന്ന പോലെ ഒരു ഫീലിംഗ്. പിഴ എന്ന് പറയുമ്പോഴത്തേക്കും സ്ത്രീകളെ പലവരെയും അങ്ങനെ വിളിക്കുന്നുണ്ട്, ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. അതേമാതിരി തെറ്റിനെ ഒരുപാട് രീതിയിൽ കറക്റ്റ്. പിഴ എന്നുള്ള വാക്കിലൊരു പച്ചപ്പുണ്ടല്ലോ, ആ ഒരു റോനെസ് ഉണ്ടല്ലോ, അത് അതിൽ വേറെ ഏത് വാക്ക് യൂസ് ചെയ്താലും അതിൽ കുറഞ്ഞു പോകും. നമ്മളുടെ ആ ഒരു നീതി പുലർത്താൻ പറ്റില്ല, ആ ഒരു ഡെപ്ത് ഉള്ളൊരു വാക്ക് വേറെ ഒന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. ഇല്ല, അങ്ങനെ ഈ ഇതിലെ ലിറിക്സ് എഴുതുമ്പോഴേക്കും കുറെ പേര് വിചാരിക്കും ഇത് അമൃത സുരേഷ് എന്ന് പറയുന്ന വ്യക്തിയുടെ മാത്രം എക്സ്പീരിയൻസിൽ നിന്ന് വന്നതാണ്. പക്ഷെ ചുറ്റുമുള്ള ആൾക്കാരുടെ കണ്ടതും കേട്ടതും അവരനുഭവിച്ചതും എല്ലാം കൂടി ഉൾക്കൊണ്ടിട്ടാണ് ഈ ഒരു ലിറിക്സ് എഴുതിയത്. അതെ, എത്ര നാളത്തെ ഒരു പ്രോസസ്സായിരുന്നു? ഒന്നുമില്ല, ഞാനിത് ആക്ച്വലി മെഡിറ്റേറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. ഞാൻ ഈ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, നമ്മുടെ ഈ ടെൻഷനൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ ട്രാവൽ ചെയ്യും. എവിടെയെങ്കിലുമൊക്കെ ഓരോ മെഡിറ്റേഷൻ സ്ഥലങ്ങളിലൊക്കെ പോവും, 3-4 ദിവസം അവിടെ സ്പെൻഡ് ചെയ്യും. അപ്പം നമ്മൾ കുറച്ച് റിലാക്സ്ഡ് ആയിട്ട് തിരിച്ചു വരും. അപ്പം അങ്ങനെ ഞാൻ ഓഷോയിൽ പോയ സമയത്ത് അവിടെ നാദബ്രഹ്മ മെഡിറ്റേഷൻ ചെയ്യണ സമയത്ത് എനിക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല.
ഈ നാദബ്രഹ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ശ്രുതി ഒരു ട്യൂൺ ഇങ്ങനെ ഇടും, നമ്മൾ അതിനെ ഫോക്കസ് ചെയ്തിട്ട് ചെയ്യുന്ന ഒരു മെഡിറ്റേഷൻ. അപ്പോൾ ഈ ട്യൂണിൽ എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, എൻ്റെ തലയിൽ ഇതന്നെ ഞാൻ എന്ത് തെറ്റ് ചെയ്തേ, ലൈക്ക് ഞാൻ എന്തിനാ ഇങ്ങനെ, ഞാൻ എന്താ ചെയ്യേണ്ടത്, എന്ത് ചെയ്താലും തെറ്റി, ഇതിങ്ങനെ ഒരു നോയ്സ് പോലെ ഇങ്ങനെ തലയിൽ കിടന്ന് കറങ്ങണം. അപ്പോൾ ആ ചോദ്യങ്ങൾ ഇങ്ങനെ ഒരു ട്യൂണായി, അത് ആ ശ്രുതിയിൽ ഇങ്ങനെ ട്യൂണായി വന്നപ്പോഴത്തേക്ക് അതൊരു പാട്ടായി വന്നു. അങ്ങനെ ഞാൻ അപ്പം തന്നെ അവിടെ നിന്ന് എഴുന്നേറ്റ് വേഗം റൂമിൽ പോയിട്ട് അപ്പം തന്നെ എഴുതി വെച്ചു, ലൈക്ക് ഇറ്റ് ഹാപ്പൺ ഇൻ ലൈക്ക് 10 minutes സംതിങ്, അത്ര എടുത്തിട്ടുള്ളൂ. എൻ്റെ തലയിലുണ്ടായിരുന്ന ആ ഒരു ഡിസ്ട്രാക്ഷൻ ആയിരുന്നു ഈ പാട്ടായിട്ട് വന്നു. ആൻഡ് എനിക്ക് തോന്നുന്നു വിമൻസ് ഡേക്ക് അത് ഒരുപാട് സാധനങ്ങൾ, എനിക്ക് തോന്നുന്നു ഇപ്രാവശ്യത്തെ വിമൻസ് ഡേയിൽ അങ്ങനെ കുറേ സാധനങ്ങളും വന്നിട്ടില്ല, പക്ഷെ വന്നതിൽ ആൾക്കാർ ഇരുകൈ നീട്ടി സ്വീകരിച്ചിട്ടുണ്ട് എന്തായാലും. ഇപ്പൊ ആൾക്കാർ കൂടുതലും അതിന്റെ അൺപ്ലഗ്ഡ് വേർഷൻ ആണ് വെയിറ്റ് ചെയ്യുന്നത്. ഇതൊരു എന്താ നാഗപ്പാട്ടിന്റെ പോലെ അങ്ങനെയാണ് ആ ഒരു ടൈപ്പ് ഓഫ് ആണ് ഇതിന്റെ മെലഡി കമ്പോസ് ചെയ്തിരിക്കണേ. അതിനെ പാടിയിരിക്കും യൂസ് ചെയ്തിരുന്ന ഗമകങ്ങളാണെങ്കിലും അതിന്റെ ട്യൂണൊക്കെ ആണെങ്കിലും സർപ്പപ്പാട്ട്, നമ്മൾ കുളവും പാട്ടൊക്കെ സാധനം ഉണ്ടല്ലോ, അങ്ങനെ അതിലൊരു റോനെസ്സും അതിലൊരു പെയിനും ഇല്ലേ. അപ്പം അതുകൊണ്ടാണ് അതിന് ഇൻസ്പയർ ആയിട്ടാണ് ഞാനിത് കമ്പോസ് ചെയ്തത്. പക്ഷേ ഒരു ട്രാൻസ് എന്താ പറയുക ഹൈ ന്യൂജൻ സീനിലാണ് ഞാൻ ഇതിനെ ചെയ്തത്. അപ്പം അതുകൊണ്ട് കുറച്ചൊരു സെറ്റ് ഓഫ് ആളുകൾക്ക്, ചില ചേച്ചിമാർക്കും ആൻറ്റിമാർക്കൊക്കെ ഒരു ചെറിയ അഭിപ്രായ വ്യത്യാസമുണ്ട്. അപ്പം അതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് ഏതായാലും ഞാൻ ഇമ്മീഡിയറ്റ്ലി അൺപ്ലഗ്ഡ് ഞാൻ ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇതിന്റെ നമ്മൾ ഈ പാട്ട് കേൾക്കുന്ന സമയത്ത് മനസ്സിൽ വരുന്ന വിഷ്വൽസും അങ്ങനെയൊക്കെ എന്തൊക്കെയോ ആണ് അത് റിലേറ്റഡ്. അപ്പോൾ കുറച്ചുകൂടി ഞാൻ പേഴ്സണലി ഈഗർലി വെയിറ്റിംഗ് ഇതിന്റെ വിഷ്വൽസ് കാണാൻ വേണ്ടിയിട്ട്. വിഷ്വൽസ് ഇത് ഫുള്ളി ഒരു AI ജനറേറ്റഡ് വീഡിയോ ആണ്. ഓക്കെ. ഇപ്പോൾ ടീസർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം, കണ്ടിരുന്നോ? ടീസർ ഞാൻ കണ്ടില്ലേ? അപ്പോൾ ടീസർ കാണോട്ടോ. അത് ഫുള്ളി ഒരു AI ജനറേറ്റഡ് ആയിട്ടുള്ള സ്ത്രീകളുടെ എന്താ പറയുക പല സ്ഥലങ്ങളിലുള്ള സ്ത്രീകളുടെ അനുഭവങ്ങളൊക്കെ കൂടെ ചേർത്ത് വെച്ചിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ അതെ, അതൊരു പുതിയൊരു സംഭവമല്ലേ, കംപ്ലീറ്റ്ലി AI ആയിട്ടുള്ളൊരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ അതും എക്സ്പെരിമെൻ്റ് ചെയ്യാന്നുള്ള രീതിയിലാണ് ചെയ്തത്. ഇത് ആദ്യം ആരെയാ ഇത് കംപ്ലീറ്റ്ലി കമ്പോസിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് സെറ്റ് ആയല്ലോ, ഫൈനലൈസ് ചെയ്തിട്ട് ആദ്യം ആരെയാ കേൾപ്പിച്ചത്? ഞാൻ ആദ്യം ടീമല്ല അല്ലാതെ അബി ഞാൻ അപ്പം തന്നെ അബീനെ വിളിച്ച് റെക്കോർഡ് ചെയ്തിട്ട് ഞാൻ അയച്ചു കൊടുത്തു, ഫോണിൽ റെക്കോർഡ് ചെയ്തിട്ട് ഞാൻ അയച്ചു കൊടുത്തു. അത് കഴിഞ്ഞ് അമ്മയ്ക്ക് അയച്ചു കൊടുത്തു. അപ്പം അമ്മയും അബിയും കൊള്ളാം എന്ന് പറഞ്ഞു, ഇത് ചെയ്യണം എന്ന് പറഞ്ഞു. പക്ഷെ എന്നാലും എനിക്ക് മടിയായിരുന്നു, ഇത് വേണ്ട, എന്തിനാണ് വെറുതെ നമ്മൾ പറയാനുള്ള ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതൊരു വലിയ കോൺട്രവേഴ്സി ആയി, പലതുമായിട്ട് റിലേറ്റ് ചെയ്ത് എൻ്റെ ആവശ്യമുണ്ടോ എന്ന് വെച്ചാൽ ഞാൻ അത് മാറ്റിയതാണ്. പിന്നീട് എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും പറഞ്ഞു ഇത് റിലീസ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്ത്. അബീനെ കുറിച്ച് പറയുമ്പോഴേ എനിക്ക് തോന്നുന്നു കുറേ, ഞാൻ ആക്ച്വലി നിങ്ങളെ കുറേ ഐഡിയ സ്റ്റാർ സിംഗർ മുതലേ അറിയുന്ന ആളാണല്ലോ. അപ്പം അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ അമൃതം കമ്മ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ നിങ്ങളുടെ കുറേ കുഞ്ഞു വ്ളോഗ്സും ഗെയിംസും അതൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ ബിഗ് ബോസിൽ വന്നപ്പോഴും എനിക്ക് തോന്നുന്നു ലൈഫിൻ്റെ എല്ലാ സ്റ്റേജസിലും ഒപ്പം ഉണ്ടായിരുന്ന ഒരാളായിരിക്കില്ലേ അബി? കുറേ ഞാൻ എവിടേക്കോ കമൻസും ഏതൊക്കെയോ വീഡിയോസിൻ്റെ താഴെ കണ്ടിട്ടുണ്ട്, അബീനെ പോലത്തെ ഒരു സിബ്ലിംഗ് ഞങ്ങൾക്കുണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ ആരൊക്കെയോ കമൻറ്റ് ചെയ്ത് എവിടേക്ക് കണ്ടിട്ടുണ്ട്. ശരിക്കും അത് ശരിയാണ്. നിങ്ങൾക്ക് അബീനെ പോലത്തെ ഒരു അനിയത്തി, ഒരു സിബ്ലിംഗ് ഉണ്ടെങ്കിൽ അത് ലൈഫിൽ ഏറ്റവും വലിയ ബ്ലെസ്സിങ് ആയിരിക്കും. അങ്ങനെ കിട്ടില്ല നമുക്ക്, അത് വളരെ റെയറായിട്ട് ഭാഗ്യം ചെയ്തവർക്ക് കിട്ടുന്ന, അങ്ങനെ ഒരു ഭാഗ്യം ചെയ്ത ആളാണ് ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട് എല്ലാ അതായത് ബിഗ് ബോസിന് പോലെ നിങ്ങൾ ഒന്നിച്ചാ, അപ്പൊ അതിൻ്റെ അകത്തുള്ള മെന്റൽ പ്രഷർ എനിക്ക് അറിയോ. അപ്പൊ അതിന്റെ കൂടെ പോലും ഇങ്ങനെ ഒരാള് നിക്കാന്ന് പറയുന്നത് ഒരു അവിടെയും ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഞങ്ങൾ ഫൈറ്റ് ചെയ്യാനൊക്കെ കുറെ പരിപാടികളൊക്കെ നടന്നു, പക്ഷെ ആസ് എ സിസ്റ്റർ അവള് ചില സമയത്ത് എനിക്ക് മോളാണ്, ചില സമയത്ത് അമ്മയാണ്, അമ്മായിമ്മയാണ്, ചില സമയത്ത് അനിയത്തിക്കുട്ടിയാണ്, എല്ലാം ലൈക്ക് എനിക്കെന്താ പറയാ, ഷീ ഈസ് മൈ എവറിത്തിങ്. അപ്പം പാപ്പു എനിക്ക് എങ്ങനെയാണോ, ചിലപ്പോൾ പാപ്പുവിനേക്കാളും രണ്ടുപേരും എനിക്ക് മക്കളെ പോലെ എടുത്ത് വളർത്തിയതാണ്. അപ്പോൾ പാപ്പുവിനേക്കാളും ചിലപ്പോൾ ഒരു പോയിന്റ് ഇഷ്ടം കൂടുതലായിരിക്കും അബീൻ്റെ അടുത്ത്. രണ്ടും കണ്ണിലെ കൃഷ്ണമണി. അതെ, ലെഫ്റ്റ് ആൻഡ് റൈറ്റ് കണ്ണ്. അബി എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ അഡ്വൈസ് ചെയ്യുന്ന ഒരു അനിയത്തിയാണോ, അല്ലെങ്കിൽ എല്ലാത്തിനും ബ്ലൈൻഡ് ആയിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു സിസ്റ്റർ ആണോ? ഇല്ലില്ല, അവളുടെ അഭിപ്രായങ്ങൾ പറയും. ചേച്ചി ചിലപ്പോ വേണ്ട ചേച്ചി, എന്തിനാ ചേച്ചിക്ക് വല്ല കാര്യമുണ്ടോ എന്നൊക്കെ പറഞ്ഞു പോകുന്ന പരിപാടികളൊക്കെ ഉണ്ട്. എന്നാലും
അവളുടെ അഭിപ്രായം ഫസ്റ്റ് പറയും, എന്നിട്ട് എനിക്കിത് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ ഞാനൊരു കാര്യം പറയുവാണെങ്കിൽ അവൾ പറയും ശരി, പിന്നെ കൂടെ നിൽക്കും, എല്ലാത്തിനും കൂടെ നിൽക്കും, പക്ഷേ അഭിപ്രായങ്ങൾ പറയും. പറയാം. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്ന ഒരു അമൃത സുരേഷ് ഉണ്ട്. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഒരാളെ കാണുന്നത് അഫ്കോഴ്സ് ഐഡിയ സ്റ്റാർ സിംഗറിലാണ്. അപ്പോൾ എൻ്റെ ഉമ്മ പൊതുവെ എപ്പോഴും ഇങ്ങനെ മസ്താനി കുഞ്ഞു കുട്ടിയായിരിക്കുമല്ലോ. കുഞ്ഞാണ്, പക്ഷെ എന്നാലും അധികം കുഞ്ഞല്ല. എനിക്ക് 29 years ഉണ്ട്. 29 കുഞ്ഞാ, അഭിരാമിനേക്കാളും ചെറുത്. അഭിരാമിക്ക് എത്രയുണ്ട്? 30. ഒരു വയസ്സ്. അപ്പൊ 11 വയസ്സ്, 10 വയസ്സ് ഉണ്ട്. ഉണ്ട്, വലിയ കുട്ടിയാ. അതെ, ശരി. അപ്പൊ എന്റെ ഇങ്ങനെ പൊതുവെ ഇന്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ ആരാ ഗസ്റ്റ് അങ്ങനെ എല്ലാം ചോദിക്കാറുണ്ട്. അപ്പൊ ഇന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമൃതയാണ്. അമൃത എനിക്കറിയാം, മറ്റേ ഐഡിയ സ്റ്റാർ സിംഗറിലെ. അതായത് എന്തൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മുടെ മലയാളികളിലെ കുറെ പേരുടെ മനസ്സിൽ ഒരു, അതായത് നമ്മുടെ ഹൃദയത്തിലേക്ക് കയറി പോകുന്ന ഡയലോഗ് എന്നൊക്കെ പറയില്ലേ, അതുപോലെയാണ് ആ എലിമിനേഷൻ സമയത്തില് ഒരു വോട്ടെങ്കിലും ചെയ്തത്. അത് ഇപ്പൊ എങ്ങനെ കാണുന്നതെന്ന് എനിക്കറിയില്ല, പക്ഷെ എന്നാലും നമുക്കൊക്കെ ഭയങ്കരമായിട്ട് വിഷമം. ആൾക്കാർ ഇപ്പോഴും അത് ഓർത്തിരിക്കുന്നുണ്ടെങ്കിൽ അത് അത്രയും ഞങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടായിരിക്കുമല്ലോ നമ്മൾ അത് ഓർത്തിരിക്കുന്നത്. അപ്പൊ ആ ഒരു അഭിരാമിയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് അമൃത, സോറി, എല്ലാവരും കേട്ടോ, എല്ലാവരും ഇന്റർവ്യൂ തുടങ്ങുമ്പോ അമൃത എന്ന് വിളിച്ചു തുടങ്ങും. പകുതി കഴിയുമ്പോ പിന്നെ അഭിരാമി പറയൂ, അഭിരാമിയുടെ ടോപ്പിക് വന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും മാറി. ശരി, ആയിക്കോട്ടെ, അഭി ആയതുകൊണ്ട് കുഴപ്പമില്ല. അപ്പൊ ആ ഒരു അമൃതയിൽ നിന്നിട്ട് ഇവിടെ ഇരിക്കുമ്പോൾ കുറേ ചേഞ്ചസ് സ്വന്തമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടാവില്ലേ, കുറേ ഇമ്പ്രൂവ്മെന്റ് ഒക്കെ വരുത്തിയിട്ടുണ്ടാവും, ക്യാരക്ടറിലാണെങ്കിലും തോട്ട്സിലാണെങ്കിലും ഒക്കെ. അതെന്തൊക്കെയാ? അന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് എത്ര വയസ്സുണ്ടായിരുന്നു? 16, 17. 17th ബർത്ത്ഡേ എനിക്ക് സ്റ്റാർ സിംഗറിൽ വെച്ചിട്ടാണ് ഉണ്ടാവണേ. അപ്പോൾ 16, 17 ഇയറിലാണ് നടക്കണേ. അന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഭയങ്കര തൊട്ടാവാടിയായിരുന്നു. ഇപ്പോഴും തൊട്ടാവാടിയൊക്കെ തന്നെയാണ്, പക്ഷെ അന്ന് ഭയങ്കരമായിട്ട് കരയും, പെട്ടെന്ന് ഇങ്ങനെ സങ്കടം വരലും, ആ ഒരു കുറേ, ഇപ്പോൾ സങ്കടമൊക്കെ വരും, പക്ഷെ എന്നാലും പ്രകടിപ്പിക്കുന്നതിൻ്റെ ലെവല് കുറവാണ്, അങ്ങനെയാണ്. എന്നാലും ഓക്കെ, അന്നത് ഓക്കെ ആയിരുന്നില്ല. അന്ന് എനിക്ക് അറ്റാക്കാണ് ഭയങ്കര. അന്ന് കുഞ്ഞല്ലേ, ആക്ച്വലി ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയമല്ലേ, അപ്പോൾ അതിന് ഇമ്പാക്ട് ചെയ്ത് നമ്മൾ ഒത്തിരിയും കാര്യങ്ങളൊന്നും ലൈഫിൽ കണ്ടിട്ടില്ല. നമ്മളുടെ ആദ്യത്തെ വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അവിടെ നിന്ന് ഞാൻ എന്തോ വലിയ സംഭവങ്ങൾ നേടാൻ പോവുകയാണെന്നുള്ള സ്വപ്നത്തിലൊക്കെ നിൽക്കുന്ന ഒരു വേദിയല്ലേ. അപ്പോൾ അത് കയ്യിൽ നിന്ന് പോകുമ്പോൾ എൻ്റെ ലൈഫ് തീർന്നു എന്നുള്ളൊരു സങ്കടമൊക്കെ ആ സമയത്ത് ഉണ്ടാവും അല്ലേ. പിന്നെ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 19 വർഷമായി, 19 years ആയി. അപ്പോൾ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പോകുമ്പോൾ വി ആർ ലൈക്ക് എന്ത് വന്നാലും ഓക്കെ, ഇറ്റ് ഈസ് ഫൈൻ, ഇതല്ലെങ്കിൽ വേറൊരു കാര്യം എന്നുള്ളൊരു രീതിയിൽ ചേഞ്ച് ആയിട്ടുണ്ട്, അത്രേ ഉള്ളൂ. അതർവൈസ് മേജർ വ്യത്യാസങ്ങളും അധികമൊന്നും ഇല്ലെന്നാണ് തോന്നണേ. കാരണം ഇപ്പോഴും എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയും എൻ്റെ അടുത്ത്, ഒന്ന് നന്നായി ഇനിയെങ്കിലും ഇതൊക്കെ പറയും. അപ്പോൾ എനിക്ക് തോന്നുന്നില്ല വലിയ വ്യത്യാസമൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന്. ഫ്രണ്ട്സിൻ്റെ ഇടയിൽ മാത്രം ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടിരിക്കുന്ന, പുറത്ത് ഒരു ആംബിവേർട്ട് അങ്ങനെ ഒരു ആളാണോ, അല്ലെങ്കിൽ എല്ലാവരോടും ആ ഒരു ലെവലില് കമ്പനി ആയിട്ട്? ഞാൻ അത്ര ഒരു വലിയ സോഷ്യൽ ജീവിയല്ല, പക്ഷേ എല്ലാവരുടെ അടുത്തും ഞാൻ അധികം എല്ലാവരോടും സ്നേഹമായിട്ട് സംസാരിക്കാറുണ്ട്. പിന്നെ അങ്ങനെ എന്താ പറയുക, പേഴ്സണൽ സ്പേസിലേക്ക് എൻ്റെ സർക്കിൾ എന്ന് പറയുകയാണെങ്കിൽ എൻ്റെ സ്കൂളിൽ പഠിച്ച കൂട്ടുകാർ, എൻ്റെ 10-30 വർഷമായിട്ട് എൻ്റെ കൂടെയുള്ള എൻ്റെ LKG തുടങ്ങിയുള്ള ഫ്രണ്ട്സ്, പിന്നെ അത്രയും അങ്ങനത്തെ ഒരു കയ്യിൽ 5-6 കൂട്ടുകാരുണ്ടാവും. ഞങ്ങൾ എല്ലാ വീക്കെൻഡ്സിൽ കാണും, വീട്ടിൽ വരും. ഇപ്പോഴും ആ ഒരു ബന്ധങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു സ്കൂളിൽ LKG പഠിക്കുന്ന ആൾക്കാരൊക്കെ ഇപ്പോഴും കമ്പനി ആയിട്ട് ഇരിക്കാന്ന് പറയുന്നത് ഇപ്പോഴുണ്ട്. എല്ലാ സാറ്റർഡേ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആരതി എല്ലാ ഫ്രൈഡേ രാത്രി ആകുമ്പോൾ മോളെയും കുട്ടി വരും വീട്ടിലേക്ക്. സോ അന്ന് ഞങ്ങള് എന്താ പറയുക, ഇപ്പോൾ അന്ന് ഞാനും ഇപ്പം ആരതിയുടെ കുഞ്ഞിന്റെ പ്രായത്തിലാണ് നമ്മൾ പരിചയപ്പെട്ടത്. അപ്പൊ ഞങ്ങൾക്ക് ഇത്രയും വലിയ വലിയ 2 കുട്ടികളൊക്കെ ആയി. അപ്പൊ അതൊക്കെ നമുക്ക് അവരൊക്കെയാണ് എൻ്റെ ഇപ്പോഴും എന്താ പറയാ ക്ലോസസ്റ്റ് ഫ്രണ്ട്സ് എന്ന് പറയുന്നത്. പക്ഷെ ലൈഫിൽ വലിയ വലിയ കാര്യങ്ങളൊക്കെ ചെയ്തെന്ന് വെച്ചാൽ ഒന്നും അത്ര വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഒരു സങ്കടം വരെ പോട്ടടാന്ന് പറഞ്ഞിട്ട് കൂടെ നിൽക്കാനായിട്ട് ഇവരൊക്കെയാണ് നിന്നിട്ടുള്ളത്. അത് നമുക്കൊരു സന്തോഷമല്ലേ, ലൈക്ക് ഒന്നും എക്സ്പെക്ട് ചെയ്യാണ്ട്. അങ്ങനെയുള്ള കുറച്ച് സുഹൃത്തുക്കളുണ്ട് എനിക്ക് ആക്ച്വലി ഭയങ്കര കൗതുകം. ഞാൻ വളരെ കുറച്ച് ആൾക്കാർ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുള്ളൂ. അതായത് സ്കൂൾ ടൈം മുതലുള്ള ഫ്രണ്ട്സ് ഇപ്പോഴും എൻ്റെ കൂടെ ഉണ്ടെന്നൊക്കെ. അതായത് ഒരു 25-26 മേലുള്ള ആളുകൾ, ആ ഒരു ഏജ് മുതലുള്ള ആളുകൾ ഇത് പറയണ കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതം. എൻ്റെ കൂടെ പഠിച്ച ആൾക്കാരൊക്കെ എവിടെയാവോ എനിക്കറിയില്ല. അപ്പോൾ
ഭയങ്കര റെയറാണ് അങ്ങനെ നമുക്ക് കിട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാല്. അങ്ങനെയൊക്കെ ഉള്ള കുറെ ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ അഭിരാമിയിലുള്ള എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം, അതുപോലെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ്, എൻ്റെ ഏറ്റവും വലിയ എൻ്റെ ഫാമിലി, അവരൊക്കെ എൻ്റെ കൂടെ എപ്പോഴും ഉണ്ട്. ശരിക്കും ഫാമിലി സപ്പോർട്ട് എന്ന് പറയുന്നത് ഭയങ്കര വലിയൊരു കാര്യം തന്നെയാണ്. എല്ലാവർക്കും ചിലപ്പോൾ അങ്ങനെ കിട്ടണം എന്നുമില്ല, പക്ഷെ യു ആർ വെരി ബ്ലെസ്ഡ് വിത്ത് എ വെരി സപ്പോർട്ടീവ് ഫാമിലി. ഇപ്പം ഈ പറഞ്ഞ മാതിരി നമുക്ക് എന്തെങ്കിലും ഈ പറഞ്ഞ പോലെ ഞാൻ പറയില്ലേ, കുറേ ചേച്ചിമാരും സ്ത്രീകളൊക്കെ മെസ്സേജ് ചെയ്യുമ്പോൾ അവർക്കൊന്നും അവരെടുത്ത ഒരു തീരുമാനം ചിലപ്പോൾ തെറ്റായി പോകുന്നൊരവസ്ഥ വരുമ്പോൾ തിരിച്ച് വീട്ടിലേക്കൊന്നും പോകാൻ പറ്റില്ല, അവർ ഒറ്റപ്പെട്ടു പോകുന്നൊരവസ്ഥയിലാണ് പോവുക. ഒരുപാട് പേര് പറയുന്നുണ്ട് എന്നെ വീട്ടിൽ അച്ഛനും അമ്മയും തിരിച്ച് ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. പക്ഷെ എൻ്റെ കേസിൽ അങ്ങനെയൊന്നുമല്ല. എനിക്ക് എന്ത് പറ്റിയാലും ഞാൻ ഓടിയെത്തുന്ന എൻ്റെ അച്ഛനും അമ്മയുടെ അടുത്താണ്. അപ്പം എൻ്റെ ഏറ്റവും ഫസ്റ്റ് ഫോള് തുടങ്ങി ഞാൻ എന്താ പറയുക, ആരുമില്ല എന്നായ സമയത്തും ഞാൻ ഓടിച്ചെന്നത് എൻ്റെ അച്ഛയമ്മയുടെ അടുത്താണ്. അപ്പോഴും അവർ പാവം മോളെ വി ആർ ദെയർ. ഇപ്പോഴും അച്ഛപ്പില്ല, പക്ഷേ ഇപ്പോഴും ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാമിലിയാണ് എനിക്ക് എല്ലാം. ഒരുപക്ഷെ അവരുണ്ടായിരുന്നില്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ ഇപ്പോൾ ജീവനോട് പോലും ഉണ്ടാവില്ലായിരിക്കും. നമ്മളെന്ത് ചെയ്തേനെ? സത്യം അല്ലേ? ഈ ലോകം മൊത്തം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അവരും കൂടെ ഇല്ലെങ്കിൽ ചിലപ്പോൾ സൂയിസൈഡ് ചെയ്ത് പോയേനെ അല്ലേ? നമുക്ക് താങ്ങാൻ പറ്റണ്ടേ? ഇപ്പം ഇവര് നമ്മൾ ഉറങ്ങാൻ നേരത്ത് കെട്ടിപ്പിടിച്ചിട്ട് എല്ലാവരും കൂടെ കെട്ടിപ്പിടിച്ച് കിടക്കും നമ്മൾ. എന്നിട്ട് നമ്മളെല്ലാവരും കൂടെ ഒരു റൂമിൽ താഴെ മുകളിലും ബെഡൊക്കെ ഇട്ടിട്ട് കിടന്നിട്ട് രാത്രി ഞങ്ങളിങ്ങനെ ഓരോന്നൊക്കെ സംസാരിക്കും, ഈ മെസ്സേജസും കാര്യങ്ങളൊക്കെ. നമ്മൾ തന്നെ ഇരുന്ന് കരയും, ഞങ്ങൾ തന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മ എടുത്ത് പോട്ടെ എന്ന് പറഞ്ഞ് കിടന്നോ. ഇവരില്ലായിരുന്നെങ്കിൽ അതൊക്കെ എന്ത് ചെയ്തേനെ? അപ്പോൾ അങ്ങനെ ഫാമിലി ആണ് എൻ്റെ എല്ലാം കേട്ടോ, എവ്രിതിങ്. എന്നത് അതേപോലെ അതാണ് അതിൻ്റെ ഒരു സങ്കടം. അച്ഛനും ഉണ്ടായിരുന്നു വന്ന് കെട്ടിപ്പിടിച്ച് കരയാനായിട്ടൊരു ആള്. ഇപ്പം അച്ഛയില്ല എന്നുള്ളത് ഭയങ്കര ഒരു സങ്കടമാണ്. അച്ചാസ് ഗേൾ ആയിരുന്നു കുറച്ച്. അഭിരാമിയെ എല്ലാവരും പറയണത് അമ്മക്കുട്ടിന്നും ഞാൻ അച്ഛൻകുട്ടിന്നാണ്. അതായത് ഞാൻ അച്ഛനും മീശയില്ലാത്ത സുരേഷ് എന്നാണ് എന്നെ മിക്കവാറും എല്ലാവരും വിളിക്കാറ്. അങ്ങനെ ഇപ്പം അത്രയും ക്ലോസ് ആയിട്ട് ആണെങ്കിൽ ഇപ്പം അതായത് ഫിസിക്കലി ഇല്ല എന്നല്ലേ ഉള്ളൂ, പക്ഷെ ആളുടെ പ്രസൻസും ബ്ലെസ്സിങ്സും എപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ടാവും. ഈ പറഞ്ഞ മാതിരി അച്ഛൻ മരിച്ച് കഴിഞ്ഞ് ഒരു വർഷത്തിനുള്ളിലാണ് നമ്മളുടെ ഈ കുറേ പ്രശ്നങ്ങളൊക്കെ സോർട്ടായത്. അപ്പോൾ ഞങ്ങളിങ്ങനെ പറയും, അച്ഛക്ക് ഇവിടെ നിന്ന് ചെയ്യാൻ പറ്റാത്ത കാര്യം അച്ഛൻ മോളിൽ നിന്നിട്ട് ചെയ്തതായിരിക്കും എന്ന്. അപ്പം അച്ഛയുടെ ഒരു പ്രസൻസ് നമ്മളെപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ട്. അച്ഛനില്ല എന്ന് നമ്മൾ അങ്ങോട്ട് വിശ്വസിക്കണില്ല. അതാണ് സംഭവം. അവിടെ എവിടെയുണ്ട് ഉണ്ട്. പാപ്പുവിനെ കുറിച്ച് പറയുമ്പോഴേ അതുപോലെ തന്നെ, അതായത് അഭിരാമി ആണെങ്കിലും ഫാമിലി ആണെങ്കിലൊക്കെ പറയുന്ന പോലെ തന്നെ സെയിം ഇമ്പോർട്ടൻസ് ആണ്. അത്രയും നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുള്ളൊരു മോളെ കിട്ടുക എന്ന് പറയുന്നത്. അറിയാം ചെറിയ പ്രായമാണ്, ഇപ്പം എത്ര ടീനേജ് അല്ലേ? ഇപ്പം ടീനേജർ ആയി 13 വയസ്സായി. എന്നാലും കുഞ്ഞാണല്ലോ. പക്ഷെ എന്നാലും എനിക്ക് പാപ്പുവിൻ്റെ അമ്മമ്മയുടെയൊക്കെ വീഡിയോസ് കാണുന്ന സമയത്ത് എനിക്ക് തോന്നും ഈ കുട്ടി സംടൈംസ് എന്നെക്കാളും 29 years ഉള്ള എന്നെക്കാളും മെച്ചുവേർഡായിട്ട് സംസാരിക്കുന്ന പോലെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അപ്പം അതുപോലുള്ളൊരു നല്ലൊരു മോളെ കിട്ടുന്നതും ഒരു ലക്കാണ്. പിന്നെ ഈ ഒരു സിംഗിൾ മദറിന് കോട്ട് ചെയ്യാൻ എനിക്ക് വലിയ ആഗ്രഹമില്ല, കാരണം പാപ്പുവിന് അഭിരാമി ഒരു അമ്മയാണ്. 3 അമ്മമാരുണ്ട്. അമ്മമാരുണ്ട്. അപ്പോൾ ഒന്നാമത് പാപ്പുവിൻ്റെ ഒരു ചൈൽഡ്ഹുഡിൽ അവൾ കണ്ടിട്ടുള്ള കാര്യങ്ങൾ എന്താ പറയുക, കുറച്ച് ടഫ് ചൈൽഡ്ഹുഡായിരുന്നു അവൾക്ക് ഗോ ത്രൂ ചെയ്യേണ്ട വന്നിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ അതൊക്കെ ഒരാളെ മൗൾഡ് ചെയ്യിക്കുമല്ലോ. അപ്പം അതൊക്കെ ഒരു ഫാക്ടറാണ്. പിന്നെ നമ്മളുടെ ഒരു ഫാമിലി ആംബിയൻസിൻ്റെ അകത്തല്ലേ അവൾ വളരുന്നത്. അപ്പോൾ പുറത്തെന്തൊക്കെയാണെങ്കിലും ഇത് കാണുന്നത്, ഇത് നമ്മളെല്ലാവരും ഹാൻഡിൽ ചെയ്യുന്നതൊക്കെ കാണുന്നത് കൊച്ചിനെയും ഒരു മൗൾഡ് ചെയ്യുമല്ലോ. അതായിരിക്കണം, അങ്ങനെ ആയിരിക്കും. പിന്നെ അവൾക്കറിയാലോ ഈ പറഞ്ഞ മാതിരി നമ്മളാണുള്ളത്. അപ്പോൾ ഷീ ഈസ് ഓൾവേസ് ബീൻ ദാറ്റ് മെച്ചുവേർഡ്. ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാനും ഒക്കെ അവളും അതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ പഠിച്ചു വരുന്നു. അത് എന്തെങ്കിലും അഡ്വൈസ് കൊടുത്തിട്ടുണ്ടോ പാപ്പുവിന് ആസ് എ മദർ? ഞാൻ എപ്പോഴും കൊടുക്കണ അഡ്വൈസ് ഇത് തന്നെയുള്ളൂ. അതായത് നമുക്ക് എന്തെങ്കിലും എക്സ്പ്രസ് ചെയ്യണം എന്ന് തോന്നുവാണെങ്കിൽ ചെയ്തേക്കുക. അതായത് ആരോടെങ്കിലും എന്തെങ്കിലും പറയണം, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ പറയുക, ഒന്നും മിണ്ടാണ്ടിരിക്കരുത്. ലൈക്ക് ബി സ്ട്രോങ് ആൻഡ് സ്റ്റാൻഡ് ഫോർ യുവർ സെൽഫ്. അതിന് അയാൾ എന്ത് വിചാരിക്കും, ഇയാൾ എന്ത് വിചാരിക്കും ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എന്ത് വിചാരിക്കുന്നു മാത്രം വിചാരിച്ചാൽ മതി. ലൈക്ക് ഇഫ് ദാറ്റ് മേക്സ് യു ഹാപ്പി, ഡു ഇറ്റ്.
ഞാൻ അവളുടെ അടുത്ത് പറയും, നിന്നെ ആരെങ്കിലും തല്ലാൻ വന്നതിന് തിരിച്ച് തല്ലിക്കോ, ധൈര്യമായിട്ട് തല്ലിക്കോ എന്ന് പറയും. അല്ലാണ്ട് നമ്മൾക്ക് കിട്ടുന്ന ആരെങ്കിലും എന്തെങ്കിലും പറയുകയോ വേദനിപ്പിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതായത് മമ്മി ഇതുപോലെ ചെയ്യരുത് എന്ന് പറയാം. ലൈക്ക് ഓക്കെ മമ്മി എനിക്ക് പേടിയാണ്, തന്നെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നീ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല, ഒരു കാര്യം ചെയ്യാനും പേടിക്കേണ്ട ആവശ്യമില്ല. അന്ന് എന്തെങ്കിലും ഇഷ്ടപ്പെട്ട് ചെയ്ത് അത് തെറ്റിപ്പോയാലും കുഴപ്പമില്ല, ബട്ട് ഡു ഇറ്റ്. ഇതാണ് ഞാൻ പറഞ്ഞു കൊടുക്കാറുള്ള ഒരു അഡ്വൈസ്. ഇപ്പം സ്റ്റേജ് ഷോകൾ ഒരുപാട് ചെയ്യുന്നുണ്ട്. അതായത് സ്റ്റാർട്ടിങ് സമയത്ത് ഇപ്പോൾ ഓഡിയൻസിൽ നിന്ന് ഇപ്പോൾ ഉള്ള ഓഡിയൻസ് തമ്മിൽ ഭയങ്കര വ്യത്യാസങ്ങളുണ്ട്. ലൈവായിട്ട് ആളുകളെ എല്ലാം നല്ല അടിപൊളിയായിട്ട് അവിടെ എൻജോയ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ നമ്മൾ ലൈവ് പ്രോഗ്രാമിൻ്റെ എവിടെ നിന്നൊക്കെയോ ഉള്ള കുഞ്ഞു കുഞ്ഞു ക്ലിപ്പ്, ഒരു 10 സെക്കൻഡ് 15 സെക്കൻഡ് ക്ലിപ്പൊക്കെ കണ്ടിട്ട് ആ പരിസരത്തേ ഇല്ലാത്ത ആൾക്കാർ വന്നിട്ട് കുറേ കമൻസ് ചെയ്യുന്നത് ഞാൻ പേഴ്സണലി കണ്ടിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം? നിങ്ങളത് ഇഗ്നോർ ചെയ്ത് ഇഗ്നോർ ചെയ്യാന്നുള്ളതുള്ളൂ. കാരണം വെച്ച് കഴിഞ്ഞാൽ അവിടെ വന്ന് അത്രയും എന്താ പറയുക 2-2.5 മണിക്കൂറുള്ള ഷോ തുടക്കം തുടങ്ങി അവസാനം വരെ ആളുകൾ നിലത്ത് നിൽക്കാണ്ട് ഡാൻസ് കളിച്ച്, അതായത് നമ്മൾ നിർത്തിക്കഴിഞ്ഞാലും വി നീഡ് മോർ സോങ്സ് എന്ന് പറയുന്ന ഒരു ആംബിയൻസ് ആണ് റിയാലിറ്റിയിലുള്ളത്. അതിൽ നിന്ന് ചിലപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മളൊരു 4 സ്റ്റെപ്പ് വയ്ക്കുന്നതും ആളുകളോട് ഇൻട്രാക്ട് ചെയ്യുന്നത് കഷ്ടം മാത്രം എടുത്തിട്ട് ഇവർ അപ്പോഴും ക്രൗഡിനെ കാണിക്കുന്നില്ല. അവരെന്താ ചെയ്യുന്നത്, അവരുടെ ഒരു എക്സൈറ്റ്മെൻ്റ് ഒന്നും കാണിക്കാണ്ട് ഇവർ നമ്മളെ മനഃപൂർവ്വം എന്താ പറയാ ഉപദ്രവിക്കാൻ വേണ്ടി ചെയ്യുന്നതല്ലേ. അപ്പം 2 മണിക്കൂറുള്ള ഒരു സാധനം 10 സെക്കൻഡ് വെച്ചിട്ട് ജഡ്ജ് ചെയ്യുന്നത്, അതും നമ്മൾ ഏറ്റവും പീക്കായിട്ട് ഫുൾ ഇങ്ങനെ നിൽക്കുന്ന സമയത്തെ വീഡിയോ, അത് എന്തൊക്കെ കമൻസാ വരിക, അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഷോ വന്ന് കണ്ടു നോക്കിയിട്ട് പറയുന്ന എനിക്ക് പറയാൻ പറ്റുള്ളൂ. നിങ്ങൾ വാ, നിങ്ങൾ ഷോ കാണാൻ വാ, എന്നിട്ട് പറ. ചിലപ്പോൾ ടിക്കറ്റ് കിട്ടാത്ത ആൾക്കാർ അസൂയ കൊണ്ട് ചെയ്യുന്നില്ല. അതാണ് നേരത്തെ ബുക്ക് ചെയ്യണം മിസ്റ്റർ. ഇപ്പൊ എങ്ങനെയാ, അതായത് സ്റ്റേജിൽ പെർഫോം ചെയ്യാന്ന് പറയുമ്പോൾ നമുക്ക് തന്നെ ഇപ്പോൾ കുറേ നേരം സംസാരിച്ച് കഴിയുമ്പോൾ തന്നെ ഒരു എനർജി ഇങ്ങനെ കുറച്ച് ഡൗൺ ആവും. പക്ഷെ അത്രയും അതായത് സ്റ്റാർട്ടിങ് മുതൽ ആ 2-3 മണിക്കൂർ അതേ എനർജിയിൽ നിൽക്കണം. കാരണം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞാൽ കാണുന്ന ആൾക്കാർക്ക് ലൈവായിട്ട് കാണാമല്ലേ, അപ്പോൾ അവർക്ക് അത് മനസ്സിലാവും. അതെങ്ങനെ ആ എനർജി കീപ്പ് ചെയ്ത് നിൽക്കുന്നത്. 2 പേരും കേട്ടോ, അഭിരാമിയാണെങ്കിലും ഞാൻ ഇങ്ങനെ ആലോചിക്കും ഇവർ എങ്ങനെ ഇത്ര മണിക്കൂറുകൾ ഇങ്ങനെ നിൽക്കുന്നതെന്നൊക്കെ ഞാൻ. അത് നമ്മളുടെ ഒരു പാഷനാണ്. സ്റ്റേജിൽ വന്നു കഴിഞ്ഞാൽ അതിപ്പോൾ എത്ര ചില സമയത്ത് നമ്മൾ ട്രാവലൊക്കെ ചെയ്ത് വേറെ സിറ്റി ടു വേറെ സിറ്റിയൊക്കെ പോകുമ്പോൾ, പ്രത്യേകിച്ച് എബ്രോഡ് ഷോസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഫ്ലൈറ്റ് എടുത്ത് വെളുപ്പിന് പോയി ഒരു 2 മണിക്കൂർ ഉറങ്ങി, ചിലപ്പോൾ ഉറങ്ങിയില്ല, അങ്ങനെയൊക്കെ നമ്മൾ ടൂർ ചെയ്യുന്ന അവസ്ഥകളും വരും. അപ്പോൾ സ്റ്റേജിൽ കയറുന്നതിന് തൊട്ട് മുമ്പ് ഇങ്ങനെ ആയിരിക്കും ഇരിക്കുന്നുണ്ടാവുക. എന്നിട്ട് സ്റ്റേജ് കയറുമ്പോൾ പിന്നെ നമ്മളത് ഒരു എന്താ പറയുക ഓണാവും. അതിപ്പോൾ വയ്യാണ്ടിരിക്കണം. ഞാൻ കഴിഞ്ഞ മാസം ചെയ്ത ഒരു ഷോൻ്റെ സമയത്ത് എനിക്ക് ഭയങ്കര സിക്കായി, ഫുഡ് പോയ്സണിങ് ആയി. എനിക്ക് ലൂസ് മോഷൻ, ഛർദ്ദിക്കുന്നു, ലൂസ് മോഷൻ, അത് കഴിഞ്ഞ് തിരിച്ചു വരുന്നു, എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. സ്റ്റേജിൽ കയറി പാടിക്കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ ബ്രേക്ക് എടുത്ത് ഞാൻ വീണ്ടും വീഴും. അപ്പം അതിന് ആ സ്റ്റേജ് എന്ന് പറയുന്നത് ഒരു അനുഗ്രഹമാണ്, അതൊരു അനുഗ്രഹമുള്ള ഒരു സ്ഥലമാണ്. എനിക്ക് അമ്പലം പോലെയാണ് സ്റ്റേജ്. നമ്മളവിടെ അത്രയും ഡിവൈനായിട്ട് ഞാൻ കാണുന്ന ഒരു സ്പേസാണ് സ്റ്റേജ്. അവിടെ വരുമ്പോൾ നാച്ചുറലി ചത്ത് കിടന്നാൽ അവിടെ വന്നു കഴിഞ്ഞാൽ ശക്തി കിട്ടിക്കോളും. അതങ്ങനെയാണ്, ഇതുവരെ അങ്ങനെ ഉണ്ടായിട്ടുള്ളൂ. ഈ അതായത് ഇപ്പം നമ്മളിങ്ങനെ നേരത്തെ പറഞ്ഞല്ലോ, ഒന്നിച്ച് നിങ്ങൾ എല്ലാവരും കൂടി കിടന്നിട്ട് ഡിസ്കസ് ചെയ്യാറുണ്ട്, കമൻസ് ഒക്കെ നോക്കാറുണ്ട്. പക്ഷെ എന്നാലും എൻഡ് ഓഫ് ദ ഡേ നമ്മൾ നൈറ്റ് ഉറങ്ങുമ്പോൾ നമ്മൾ ഒറ്റയ്ക്ക്, ഞാൻ പറയണമെന്ന് വെച്ചാൽ എൻഡ് ഓഫ് ദ ഡേ നമ്മളെല്ലാവരും ഒറ്റയ്ക്കാണെന്ന് പറയുന്ന ഒരു ഫ്രേസാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഒരു സമയത്തുള്ള ഒരു അമൃത അത് എങ്ങനെയാണ്? സ്ട്രോങ് ആണോ? അല്ലെങ്കിൽ ഞാൻ പൊതുവേ ഇപ്പോൾ വീട്ടിലെ സിറ്റുവേഷൻ പറയുകയാണെങ്കിൽ ഞാൻ പൊതുവേ എല്ലാവരുടെ മുമ്പിൽ ഇറ്റ്സ് ഓക്കെ എന്ന് പറയുന്ന ആളാണ്. അത് പോയി പണി നോക്കാൻ പറയാന്നുള്ള ആറ്റിറ്റ്യൂഡ് ഇടുന്ന ആളാണ്. പക്ഷേ ഇവരെല്ലാവരും പോയി കഴിയുമ്പോൾ എനിക്കത് ഭയങ്കര സങ്കടം, അതൊക്കെ കൂടെ ഞാൻ പൊട്ടി തീർക്കും വേറെ. പക്ഷേ എല്ലാവരുടെയും മുമ്പിൽ ഞാനിങ്ങനെ എന്നെ ഇതൊന്നും എഫക്റ്റ് ചെയ്യുന്നില്ല. കാരണം അബി ഓൾറെഡി ഇമോഷണൽ ജീവിയാണ്. അബിക്ക് പെട്ടെന്ന് സങ്കടവും, അബി പെട്ടെന്ന് റിയാക്ട് ചെയ്യും. അബി ഭയങ്കര ഇമോഷണൽ പേഴ്സൺ ആണ്. ഷീ ഈസ് എ വെരി സ്ട്രോങ് ഗേൾ, അതിലൊന്നും ഇതില്ല. പക്ഷേ ഭയങ്കര എക്സ്പ്രസീവ് ആണ് ഇമോഷൻസ് അബിയുടെ. അതല്ലേ എന്തെങ്കിലും ആരെങ്കിലും കമൻ്റ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് അവള് അപ്പം തന്നെ അതിനുള്ള റിപ്ലൈ അയച്ചിരിക്കുക. അപ്പോൾ വീട്ടിൽ അബി ഭയങ്കര ഇമോഷണലി എന്താ പറയുക, അമ്മ കരയുകയാണെങ്കിൽ അമ്മയുടെ കൂടെ കരയുന്ന ആളായിരിക്കും അബി. അപ്പം ഞാൻ ആണെങ്കിൽ പോട്ടെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ ഹാൻഡിൽ ചെയ്യുന്ന ഒരു മിഡിലായിട്ട് നിൽക്കുന്ന ആളാണ്. ഞാനും കുറേ കച്ചി.
പക്ഷേ ഒറ്റയ്ക്ക് വരുന്ന സമയത്ത് നമുക്ക് ഭയങ്കരമായിട്ട് ചിലപ്പോൾ എന്താ ഇവിടെ ചെസ്റ്റൊക്കെ ഭയങ്കര ഹെവിയാവും, സഹിക്കാൻ പറ്റൂല. ഇത് എന്ത് ചെയ്തിട്ടാന്നുള്ളൊരു സംഭവം. അങ്ങനെയാണ് ഈ പാട്ട് വന്നത്. പിഴ വന്ന് നമ്മൾ എന്ത് ചെയ്തിട്ടാ ഈ കുന്തോ ഇത് കുറേ നാളായില്ലേ അടുത്തിരിക്കും. അതെ അതെ, ആ ഒരു സംഭവം. പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മളിങ്ങനെ നമ്മൾ ഇരുന്നിങ്ങനെ ആലോചിക്കാൻ തുടങ്ങിയാൽ ആലോചിച്ചിരിക്കലേ ഉണ്ടാവുള്ളൂ. പക്ഷെ വൺസ് നമ്മൾ അവിടെ നിന്ന് എണീക്കാനുള്ള ആ ഒരു ഗട്ട്സ് കാണിച്ചാലേ മുന്നോട്ടുള്ള വഴി തുറന്നു വരുള്ളൂ. മിണ്ടാണ്ടിരിക്കുന്നവരെ എന്താ പറയുക, ഉപദ്രവിക്കാൻ കുറേ പേര് വരും. മിണ്ടാണ്ടിരുന്നാലാണ് ഈ ഉപദ്രവിക്കുക. അതായത് ഒന്ന് നോക്കുക, അവളുടെ അടുത്ത് പോയ അവള് അഹങ്കാരിയാട്ടോ, അവളെ പരിസരത്തോട്ട് പോകണ്ടെന്ന് നല്ല കിട്ടുമെന്ന് പറഞ്ഞ ആളാണെങ്കിൽ ആക്ച്വലി ആരും പോവില്ല എന്ന് എനിക്ക് തോന്നുന്നത്. അവളുടെ അടുത്ത് പോയിട്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കൊള്ളും തോന്നുമ്പോഴാണ് എനിക്ക് അങ്ങനെ തോന്നുന്നത്. അത് കറക്റ്റാ. അവർക്കത് അതായത് ഈ മാങ്ങയുള്ള മാവിലേ കല്ലേറിയുള്ളൂ എന്ന് പറയില്ലേ, അതേപോലെ തന്നെയാണ്. നമ്മളുടെ അടുത്ത് ഒരു സാധനം ഒരാൾ ചെയ്തിട്ട് നമ്മൾ കരഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്യുന്നവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും പിന്നെയും ചെയ്യാൻ വേണ്ടി. അതെ, കൂടി വന്നൊരു അഹങ്കാരി എന്നുള്ളൊരു പേര് കിട്ടുമായിരിക്കും. അതാണ് ആക്ച്വലി അത് നല്ലതാ. ഈ നല്ല കുട്ടി ഇമേജിനേക്കാൾ നല്ലതാ. അതാണ് എനിക്കും അതായിട്ടാ തോന്നുന്നത്. എനിക്കതും പറയാനുള്ള, നമുക്ക് നല്ല കുട്ടിയായിട്ട് എന്ത് കിട്ടാൻ ഇച്ചിരി അഹങ്കാരി എന്ന് വെച്ച് തെറ്റൊന്നുമില്ല എന്നാ തോന്നുന്നു. അറ്റ്ലീസ്റ്റ് ഇവന്മാരൊന്നും വന്ന് നമ്മളെ ഉപദ്രവിക്കാൻ വരില്ല. അതാണ് റിയലൈസേഷൻ. ഓക്കെ, ഞാനിപ്പോൾ ഇൻട്രോയിൽ പറഞ്ഞല്ലോ ഭയങ്കരമായിട്ട് അഡ്മയർ ചെയ്യുന്നുണ്ടെന്ന്. അതിൽ കുറേ റീസൺസ് ഞാൻ പറഞ്ഞു. അതിലൊരു റീസൺ തന്നെയാണ് ഇപ്പം ലാസ്റ്റ് റിലേഷൻഷിപ്പ് കഴിഞ്ഞിട്ടാണെങ്കിലും ഞാനിപ്പോൾ ലാസ്റ്റ് ഇൻ്റർവ്യൂവിൽ കണ്ടപ്പോഴാണ് ഞാൻ അറിയണേ ആ ഒരു നോ ഹെയ്റ്റ് അറ്റ് ഓൾ. അങ്ങനെ ഹെയ്റ്റ് സ്പ്രെഡ് ചെയ്യാണ്ട് ഭയങ്കര റെസ്പെക്ട്ഫുള്ളി രണ്ട് വഴിയിലേക്ക് സെപ്പറേറ്റഡ് ആയി. ആക്ച്വലി അതല്ലേ, അതാണ് മസ്താനി വേണ്ടത്. നമ്മളതിപ്പോൾ അത് ഞാൻ എൻ്റെ ഫസ്റ്റിലും ഞാൻ അത് തന്നെ ആഗ്രഹിച്ചിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ അത്രയും നാളും മിണ്ടാണ്ടിരുന്നത്. ആദ്യത്തെ റിലേഷൻഷിപ്പിലാണെങ്കിലും ഞാൻ ഒരിക്കലും അയാളെ കുറ്റപ്പെടുത്താനോ അതേ നിന്നിട്ടില്ല. ഈവൻ എന്തോ അത്രയും ഗോ ത്രൂ ചെയ്തിട്ടും അതും തന്നെയാണ് ഇവിടെയും ചെയ്യുന്നുള്ളൂ. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് അതേപോലെ തന്നെയാണ് അദ്ദേഹം ബിഹേവ് ചെയ്തത്. അതുകൊണ്ടാണ് അതൊരു മ്യൂച്വലി റെസ്പെക്ട്ഫുൾ സ്പേസിലേക്ക് അത് മാറിയത്. എനിക്ക് തോന്നുന്നു നമുക്ക് ഇൻ ജനറൽ അതിപ്പോൾ മസ്താനിക്ക് നാളെ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ അത് നന്നായിട്ട് പോട്ടെ. ഇനി അഥവാ അതിലെന്തെങ്കിലും എന്താ പറയുക നമ്മളെക്കൊണ്ട് ബുദ്ധിമുട്ടാവുമെന്ന് തോന്നുവാണെങ്കിൽ അത് സംസാരിച്ച് അത് സ്നേഹത്തോടെ പിരിയുക. എന്തിനാ ഇങ്ങനെ ഉപദ്രവിച്ച് മറ്റൊരാളുടെ ലൈഫ് നശിപ്പിക്കുന്നത്? അതിനോട് അങ്ങനെ ഒരു ചിന്താഗതിയാണ് എനിക്കുള്ളത്. അത് തന്നെയാണ് ഞാൻ എല്ലാവരുടെ അടുത്ത് ആഗ്രഹിക്കുന്നത്. അങ്ങനെ നടക്കട്ടെ. പക്ഷെ അത് ഇവിടെ കിട്ടി അത് നമുക്കത് എന്താ പറയുക, അതൊരു പോയിന്റ് എത്തിയപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായി ആളുടെ രീതികളൊത്ത് എനിക്ക് പോകാൻ പറ്റില്ല എന്നുള്ളത്. അപ്പോൾ പിന്നെ പറഞ്ഞു ചേട്ടാ അത് വർക്കാവുന്നില്ല, ശരി എന്നാൽ ഓക്കെ ദാറ്റ്സ് ഓൾ, നല്ല രീതിയിൽ പോകാമെന്നൊക്കെ. അപ്പോൾ ഇത് ചിലപ്പോൾ ഭയങ്കര ടു പേഴ്സണൽ ക്വസ്റ്റ്യൻ ആണോ എന്ന് എനിക്കറിയില്ല. ഇനിയൊരു റിലേഷൻ പ്രണയം അത് ഞാൻ ഒരു എന്താ പറയുക, ഒരു കല്യാണം എന്നുള്ള ഒരു ഐഡിയോളജി എനിക്ക് എത്രത്തോളം ഇനി വർക്കാവുമെന്ന് അറിയില്ല. കാരണം വർക്കാവേണ്ടിയിരിക്കുമെന്നും എനിക്കറിയില്ല. ലൈക്ക് ഞാൻ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടില്ല. ഒരെണ്ണത്തിൻ്റെ ഡ്രോമയൊന്നും മാറിയിട്ടില്ല. അപ്പം അറിയില്ല, ഡെഫിനറ്റ്ലി ഒരു പാർട്ട്ണറിനെ ആർക്കാണ് ഇഷ്ടമല്ലാത്ത? നമുക്ക് ഒരു സന്തോഷമുള്ള കാര്യമല്ലേ നമ്മളൊരു ഭയങ്കര സ്ട്രെസ്ഡ് ആയിട്ടും ടയേർഡായിട്ടൊരു ദിവസം എൻഡ് ചെയ്യുമ്പോൾ നമ്മുടെ കൂടെ എന്താ പറയുക വാടി എന്ന് പറഞ്ഞ് നമ്മളെ കെട്ടിപ്പിടിച്ച് കൂടെ നിൽക്കാൻ ഒരാളുള്ളതെന്ന് പറയുന്നത് ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഫീലിംഗ് റൈറ്റ്. അപ്പോൾ ഞാനൊരിക്കലും അതിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ആളല്ല. ഐ വിഷ് ദറ്റ് എനിക്കും ഒരു എന്താ പറയുക എന്നെ പോലെ ഒരാളെ കിട്ടണേന്ന്. ലൈക്ക് അതായത് നമ്മളെപ്പോഴും നമ്മളുടെ ചിന്തകളുമായിട്ട് യോജിക്കുന്ന ഒരാൾ വരുമ്പോഴാണ് അത് അത് പോവുക. അപ്പം ഞാൻ കാന്ന് പറഞ്ഞ നീ കൂന്ന് കേട്ടിട്ട് എന്താ കാര്യം? പിന്നെ ഇത് രണ്ടും കൂടെ ഐ ഫീൽ എനിക്ക് തന്നെ ഇഷ്ടമാണ്. എന്നെ പോലെ ഒരാളെ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടമാവും ചിലപ്പോൾ. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ.